മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, അള്ളാഹുവിന്റെ റസൂലെ കുട്ടിനെ തരണേ എന്നിങ്ങനെ നീ ദുആ ചെയ്താൽ ഫഇൻ ഫഅൽത, നീ അങ്ങനെ ചെയ്താൽ ഫഇന്നക ഇദം മിനൽ ളാലിമീൻ, നീ മുശ്രിക്കീങ്ങളിൽ ഉൾപ്പെടും, നീ മുസ്ലിം ആവില്ല. അള്ളാഹു പറയുന്നു വലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത്. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു പുറമെ ഒരാളെയും നിങ്ങൾ ദുആ ചെയ്യരുത്. അറബി ഭാഷാ നിയമങ്ങൾ അറിയുന്നവർക്കറിയാം, അന്നകിറതു ഫീ സിയാഖിൻ നഹി തുഫീദുൽ ഉമൂം. ഞാനതിൻ്റെ ഭാഷാപരമായ നിയമം പറയുന്നില്ല. ഇത് ഏതെങ്കിലും പുരോഹിതന്മാരിൽപ്പെട്ടത് അല്ലെങ്കിൽ അറബി പഠിച്ച ദർസിൽ പഠിച്ച ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ആയത്തിന്റെ അർത്ഥം വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ഒരാളെയും നിങ്ങൾ ദുആ ചെയ്യരുത് എന്നാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല, തെളിവ് എവിടെ? ജീലാനിയെ വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല എന്നതിന് തെളിവ് എവിടെ? ഇതാണ് തെളിവ്. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നീ ഒരാളെയും വിളിച്ച് ദുആ ചെയ്യരുത്. ആരോടെങ്കിലും ദുആ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് തെളിവ് നീയാണ് കൊണ്ടുവരേണ്ടത്. അല്ലാഹു പറയുന്നു ഒരാളെയും വിളിച്ച് ദുആ ചെയ്യരുത് എന്ന്. അതിൽ എല്ലാം പെട്ടു. നബിയും മലക്കും ജിന്നും വലിയും കല്ലും മുരടും മൂർഖമ്പാമ്പും വിഗ്രഹങ്ങളും ജാറങ്ങളും മക്ബറകളും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ആരാധിക്കപ്പെടുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അവയെല്ലാം പെട്ടു. വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, നീ ദുആ ചെയ്യരുത് മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ഒരാളെയും ദുആ ചെയ്യരുത്. ഇവിടെ അല്ലാഹു പറഞ്ഞു അന്നഹി ലാ തദ്ഉ, അറബി പഠിക്കുന്ന ആളുകൾക്കറിയാം അത് നഹിയാണ്. ലാ തദ്ഉ, ദുആ ചെയ്യരുത്, വിലക്കാണത്, പാടില്ല അല്ലേ? ലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു പുറമെ ഒന്നിനെയും, ഇത് നക്കിറയായ പ്രയോഗമാണ്. മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത യാതൊരു വസ്തുവിനെയും നീ ദുആ ചെയ്യരുത്. ഫഇൻ ഫഅൽത, നീ അങ്ങനെ ചെയ്താൽ, നീ എന്ത് ചെയ്താൽ? അല്ലാഹു അല്ലാത്ത ഒരാളെ നീ ദുആ ചെയ്താൽ ഫഇന്നക ഇദം മിനൽ ളാലിമീൻ, തീർച്ചയായും നീ ളാലിമീങ്ങളിൽ ഉൾപ്പെടും.